പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാതെ ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ സാൻഡ്വിച്ച് പ്രതീക്ഷിച്ച ഒരു രുചി ഉണ്ടോ എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഗ്യാസ് അടുപ്പിൽ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലാദ്യം നമുക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം കുറച്ച് ബോൺലെസ് ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 വെളുത്തുള്ളിയും 3-4 വറ്റൽമുളകും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൂടി വെച്ച് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കനും കോഴിമുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ ഒരു നെഗറ്റീവ് വശം തന്നെ ഞാൻ പറയാം. ഇഡ്ഡലി തട്ടിൽ നമ്മൾ ചിക്കനും കോഴിമുട്ടയും ഒരേ സമയം വേവിക്കാൻ വെക്കുമ്പോൾ ചിക്കനും കോഴിമുട്ടയ്ക്കും ഒരു വേവല്ല ഉള്ളത്. കോഴിമുട്ട പെട്ടെന്ന് വെന്ത് വരും, ചിക്കൻ കുറച്ചുകൂടെ ഒരു സമയം വേണം വേവാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ കോഴിമുട്ട ഓവർ കുക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമ്മൾ മയണൈസ് തയ്യാറാക്കി എടുക്കുമ്പോൾ ആ മയണൈസിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഈ ഇഡ്ഡലി തട്ടിൻ്റെ അടിയിൽ കണ്ടില്ലേ, മുട്ടയൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല പാടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയവർക്ക് അത് അറിയാൻ പറ്റും. ഇനി മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ വേവിച്ചെടുത്ത കോഴിമുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഞാൻ പാൽപ്പാടയോട് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയ സൈസിലുള്ള വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വേവിച്ചെടുത്ത ചിക്കന് മിക്സി ജാറിലിട്ട് അങ്ങ് ക്രഷ് ചെയ്തെടുത്തിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന മയോണൈസ് ചേർത്ത് കൊടുക്കുക. അതിന് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ബ്രെഡ് നമുക്ക് ഇതിലിട്ടൊന്ന് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇതിന് പകരം ചപ്പാത്തി തയ്യാറാക്കി അതിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് വെച്ച് റോൾ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനി ടോസ്റ്റ് ചെയ്തെടുത്ത ഓരോ ബ്രെഡിലും നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുത്ത മറ്റൊരു ബ്രെഡ് നമുക്ക് ഫില്ലിങ്സിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഹെൽത്ത് നോക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും വരില്ല. കൂടുതൽ ടേസ്റ്റ് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. ഇനി ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഞാനിതാ ഒരു ചപ്പാത്തിയിലാണ് ഇത് റോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാൻഡ്വിച്ച് തന്നെയാണ്. ടേസ്റ്റ് ഞാൻ അത്ര അതിഭയങ്കരം എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.